ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. ഉത്തരാഖണ്ഡിൽ പ്രളയ സമാന സാഹചര്യമാണ്. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 72. മുംബൈയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. പ്രളയക്കെടുതി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മൺസൂൺ കാലത്ത് വൻ ദുരന്തങ്ങൾ സംഭവിക്കാറുള്ള ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ആശങ്കാജനകം. അസമിൽ 18 ലക്ഷത്തിലധികം ജനങ്ങളാണ് പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായത്. ബ്രഹ്മപുത്ര ഉൾപ്പെടെ 9 നദികൾ കരകവിഞ്ഞൊഴുകുന്നു. $245 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 48,000-ലധികം പേർ അസമിൽ അഭയം തേടി. കാസിരംഗ നാഷണൽ പാർക്കിലെ 137 മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു. അസമിലുടനീളം 49,000-ലധികം ഹെക്ടർ കൃഷിയിടം നശിച്ചു. റെയിൽ വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്കായി. എന്നാൽ പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. മുംബൈക്ക് പുറമെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ്, സിന്ധുദുർഗ്, രത്നഗിരി എന്നീ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ്. ഈ ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ റെഡ് അലർട്ടുണ്ട്. ബംഗളൂരു അടക്കം നഗരങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യം പെട്ടെന്ന് മാറാനിടയില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് അതീവ ജാഗ്രത തുടരുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.